പ്രിയപ്പെട്ട അമ്മച്ചിക്ക്, ഞാൻ ഇൻഡോറിലെ ഉദയനഗർ കോൺവെന്റിലെത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ലോകം മൊത്തം റിലീസ് ചെയ്തിട്ടുള്ള ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ തന്നെ ഡയറക്ടറായ ഷൈസൻ പി ഔസിഫ് സാറ് നമ്മളോട് ചേരുന്നുണ്ട്. സാറിൻ്റെ ഇവിടെ സിനിമ പ്രദർശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ മിഷൻ എക്സ്പോയെക്കുറിച്ചും സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ മിഷൻ എക്സ്പോയെ പറ്റി കേൾക്കുന്നത് തന്നെ 2 വർഷം മുൻപാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർ എന്നോട് ചോദിച്ചിരുന്നു ഫേസ് ഓഫ് ദ ഫേസ്ലെസ് കാണിക്കാൻ പറ്റുമെന്ന്. നമ്മൾ കാണിച്ചിരുന്നു. ഈ വർഷം ഇതുപോലെ തന്നെ ഒരു അവസരം അവർ ചോദിച്ചു. അപ്പോൾ ഇത് 2 സ്ക്രീനിങ്ങിനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഒരു സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ അത് ആളുകൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 എന്നുള്ളത് ഇപ്പോൾ 3 സ്ക്രീനിങ് ആക്കി. ഇപ്പോൾ 2ാമത്തെ സ്ക്രീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, 3ാമത്തെ സ്ക്രീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ യുവാക്കൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്കും അല്ലെങ്കിൽ ഈ ലേ പീപ്പിൾക്കും ക്രിസ്തു മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ചില അടിസ്ഥാന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് ഷെയർ ചെയ്യാനും പറ്റിയ ഒരു നല്ലൊരു സന്ദർഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സാർ, എന്തുകൊണ്ടാണ് ഒരു സെക്യുലർ സിനിമ എടുക്കുന്ന ഒരു കാലഘട്ടത്ത് മിഷൻ സിനിമയിലൂടെ സാറ് കോൺസെൻട്രേറ്റ് ചെയ്തത്? ഞാനൊരു മിഷൻ സിനിമ എന്നേക്കാളൊക്കെ ഉപരി ഇത് ഒരു അതായത് ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു കന്യാസ്ത്രീയുടെ ഒരു കഥ, അതും ആ വാല്യൂകൾക്ക് വേണ്ടി ജീവിച്ച് മരണപ്പെടുക. മരണത്തെക്കാൾ ഉപരി എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ സിസ്റ്ററിൻ്റെ അമ്മ പറയുന്നൊരു ഡയലോഗാണ് എന്നെ ഏറ്റവും ഇതിലേക്ക് കൊണ്ടുവന്നത്. പറയുന്നുണ്ട്, മകളുടെ കൊലപാതകയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലെറ്റ് മീ കിസ് ദ ഹാൻഡ്സ് ദാറ്റ് ഹാസ് ഗോട്ട് ദ ബ്ലഡ് ഓഫ് മൈ ഡോട്ടർ. എൻ്റെ മകളുടെ രക്തം വീണ കൈകളിൽ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന്. ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് കുരിശിൽ കിടന്ന കർത്താവ് പറഞ്ഞ അതേ വാക്കുകളെ പോലെ തന്നെ, അതായത് ഞാൻ കള്ളനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്നെ ഈ കുരിശിൽ കയറ്റിയവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറയുന്നതിന് തുല്യമാണ് അമ്മ അവിടെ പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നു ഈ ലോകത്ത് നടക്കാൻ വളരെ വിരളമായിട്ട് നടക്കുന്നൊരു സംഭവമായിരിക്കാം. അപ്പം അതുകൊണ്ട് ആ ഒരു സംഗതി, ദ പാർട്ട് ഓഫ് ഫൊർഗീവ്നെസ്, ദ ലൈഫ് ഓഫ് ഫൊർഗീവ്നെസ്, അതാണ് എന്നെ ഒത്തിരി അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഇതിൻ്റെ ഡെപ്തും കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ ഇതൊരു ഡോക്യുമെൻ്ററിയിൽ ഒതുങ്ങുന്നതല്ല, ഇതൊരു നല്ലൊരു സിനിമയ്ക്കുള്ളൊരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. അങ്ങനെയാണ് സിനിമ തുടങ്ങിയത്.